നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. FC ബാഴ്സലോണ ആരാധകർക്ക് ഏറെ സന്തോഷം പകരുന്നൊരു വാർത്ത എത്തിയിരിക്കുന്നു. യെസ്, മാർക്ക് ആന്ദ്രേ ടെർ സ്റ്റെഗൻ തിരിച്ചെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹം അടുത്ത കളിക്ക് തന്നെ അങ്ങ് ഇറങ്ങുമെന്നല്ല, അദ്ദേഹം ട്രെയിനിങ് ഗ്രൗണ്ടിലേക്ക് തിരികെ എത്തിയിരിക്കുന്നു. ഈ വാർത്ത ഇപ്പോൾ വ്യാപകമായിട്ട് എല്ലാ പ്രമുഖ മാധ്യമങ്ങളും റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞു. ഹെലന കോൻഡിസിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് മിക്കവരും വാർത്ത കൊടുക്കുന്നത്. അതിൽ പറയുന്നത് മാർക്ക് ആന്ദ്രേ ടെർ സ്റ്റെഗന് ബാഴ്സലോണയുടെ ഗ്രൂപ്പ് ട്രെയിനിങ്ങിൻ്റെ ഭാഗമായി ഇന്ന് അദ്ദേഹം പരിശീലിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ടെർ സ്റ്റെഗൻ ബാഴ്സയുടെ റീഹാബിലിറ്റേഷൻ സ്പെഷ്യലിസ്റ്റുമാരുടെ പ്രവർത്തനങ്ങളിൽ വളരെയധികം ഡിലൈറ്റഡ് ആണ്. ഇനി ഷെസ്നിയുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ റിലേഷൻഷിപ്പ് ആണെങ്കിൽ അത് വളരെ മികച്ചതുമാണ് എന്നാണ് ഹെലേന കോൻഡിസ് റിപ്പോർട്ട് ചെയ്തിരുന്നത്. ഫബ്രീസിയോ റൊമാനോ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഫബ്രീസിയോ റിപ്പോർട്ട് ചെയ്തത് മാർക്ക് ആന്ദ്രേ ടെർ സ്റ്റെഗൻ കളിക്കളത്തിലേക്ക് തിരികെ വരുന്നതിനുള്ള ഒരുക്കത്തിലാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇനീഷ്യൽ പാർട്ട് ഓഫ് ട്രെയിനിങ് സെഷൻ ഇന്ന് അദ്ദേഹം ബാഴ്സലോണ സ്ക്വാഡിനൊപ്പം നടത്തിയിട്ടുണ്ട്. ഹി ഡിഡ് ഇനീഷ്യൽ പാർട്ട് ഓഫ് ട്രെയിനിങ് സെഷൻ വിത്ത് ബാഴ്സലോണ സ്ക്വാഡ് ടുഡേ. സോ അത് വലിയ ഒരു തിരിച്ചുവരവാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം ഇപ്പോൾ ഫുള്ളി ഫിറ്റ് അല്ല, പക്ഷേ അതിനോട് എത്തിക്കൊണ്ടിരിക്കുന്നു, ആ ഫുള്ളി ഫിറ്റ്നസ്സിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുകൂടി ഫബ്രീസിയോ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി ഈ വിഷയത്തിൽ സ്പോട്ട് നൽകുന്ന വിവരം കൂടി നമ്മൾ നോക്കിയാണ്. ടെർ സ്റ്റെഗൻ്റെ റിക്കവറി മികച്ച രൂപത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഡോട്ട്മുണ്ടിനെതിരെയുള്ള മത്സരം കഴിഞ്ഞാൽ അദ്ദേഹം പൂർണ്ണമായ ട്രെയിനിങ്ങിലേക്ക് എത്തും എന്ന കാര്യം കൂടി അവർ പറയുന്നു. അതോടൊപ്പം ഷെസ്നിയുമായിട്ടുള്ള ടെർ സ്റ്റെഗൻ്റെ റിലേഷൻഷിപ്പ് വളരെ മികച്ചതാണ്. അതുകൊണ്ട് തിരിച്ചു വരെ ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. പിന്നെ ടെർ സ്റ്റെഗന് ഈ സീസണിൽ തന്നെ കളിക്കണം എന്നാണ് ആഗ്രഹം. അടുത്ത സീസണിലേക്കല്ല, ഈ സീസണിൽ തന്നെ മടങ്ങിയെത്തി കളിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു. പക്ഷേ ഇറ്റ് വിൽ ഡിപ്പെൻഡ് ഓൺ ഹൻസി ഫ്ലിക്ക് എന്നുകൂടി സ്പോർട്ട് റിപ്പോർട്ട് ചെയ്തു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.